നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുക്കളുടെ ഡിസ്കഷനാണ്. മെയിനായിട്ടും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ടത് നിങ്ങൾ കണ്ടോ, പഠിച്ചോ? കഴിഞ്ഞ ദിവസം ഇട്ട ക്ലാസ്സുകളിലെ 1-2 ചോദ്യം ഞാൻ ചോദിക്കും. താഴെ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഇതിന്റെ നോട്ട്, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ട്, PDF നോട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് വേണമെന്നുള്ളൊരു യെസ് എന്ന് താഴെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് അവാർഡ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2026 ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രങ്ങൾ, അറിയാവുന്ന നടന്മാർ, അറിയാവുന്ന നടിമാർ, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ 49ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2026 മികച്ച നടൻ ആരാണ്? മോഹൻലാൽ. ഇദ്ദേഹത്തിന് ഹൃദയപൂർവ്വം, തുടരും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രങ്ങളായിരുന്നില്ലേ ഹൃദയപൂർവ്വം, തുടരും എന്നിവ. അപ്പൊ മികച്ച നടൻ മോഹൻലാൽ ആണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. മികച്ച നടൻ മോഹൻലാൽ. മികച്ച നടി ആരാണ്? 2 പേരാണ് മികച്ച നടിമാരായത്. കല്യാണി പ്രിയദർശൻ ലോക സിനിമയിലെ മികച്ച അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം തേടി വന്നത്. കല്യാണി പ്രിയദർശൻ. അനശ്വര രാജന് മിക്ക ചിത്രങ്ങളും നല്ല ഹിറ്റായിരുന്നു. രേഖാചിത്രം. ഈ ഫിലിം ക്രിട്ടിക്സിലെ 2ാമത്തെ മികച്ച ചിത്രം രേഖാചിത്രമാണ്. അപ്പൊ 1ാമത്തെ ചിത്രം ഏതാണ്? എക്കോ എന്ന ചിത്രം. എക്കോ എന്ന ചിത്രമാണ് മികച്ച ചിത്രം. മികച്ച 2ാമത്തെ ചിത്രം രേഖാചിത്രമാണ്. അതില് അനശ്വര രാജൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായയാണ് മികച്ച ജനപ്രിയ ചിത്രം. മികച്ച സംവിധായകൻ ആരാണ്? അരുൺ ഡൊമിനിക്. ലോക ചാപ്റ്റർ 1 മൂവിയുടെ സംവിധായകനാണ് അരുൺ ഡൊമിനിക് ആണ് മികച്ച സംവിധായകൻ. ജേക്സ് ബിജോയ്ക്കാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ജേക്സ് ബിജോയ്. ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചത് MG ശ്രീകുമാർ. പിന്നണി ഗായകൻ MG ശ്രീകുമാറിനാണ് ചലച്ചിത്ര രത്നം പുരസ്കാരം കിട്ടിയത് എന്ന് ഓർക്കുക. അപ്പൊ 49ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2026 മികച്ച നടൻ ആരാ? മോഹൻലാൽ. മികച്ച നടി ആരാ? 2 പേർ, കല്യാണി പ്രിയദർശനും അനശ്വര രാജനും. മികച്ച ചിത്രം എക്കോ. മികച്ച ജനപ്രിയ ചിത്രം സർവം മായ. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ. മികച്ച സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ്. ചലച്ചിത്ര രത്നം പുരസ്കാരം MG ശ്രീകുമാർ. സെറ്റാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ഇത്രയും നിങ്ങൾ പഠിച്ചെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തത്, ഗിഗ് തൊഴിലാളികൾക്കായി. ആരാണ് ഈ ഗിഗ് തൊഴിലാളികൾ? ഈ ഓൺലൈൻ ഡെലിവറി ബോയ്സ് ഒക്കെ ഇല്ലേ, അവരെ പൊതുവെ പറയുന്ന പേരാണ് ഗിഗ് തൊഴിലാളികൾ. സ്വിഗ്ഗി, സൊമാറ്റോ മുതലായ ഓൺലൈൻ ഡെലിവറി ബോയ്സ്, ഫുഡ് ഡെലിവറി ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗിഗ് തൊഴിലാളികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പൊ ഈ ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം വികസിപ്പിച്ച സംസ്ഥാനം നമ്മുടെ SCRT-യില് ആരാണ് ഗിഗ് തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രസ്താവന രീതിയിൽ PSC കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ കർണാടക സംസ്ഥാനം വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര, ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം വികസിപ്പിച്ചത് കർണാടകയാണ്. ഏത് സംസ്ഥാനമാണ്? കർണാടക. 57ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, IFFI ആണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ അശുതോഷ് ഗ്വാരിക്കർ ആണ് 57ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതനായത്. കിട്ടിയല്ലോ, അശുതോഷ് ഗ്വാരിക്കർ. അടുത്തിടെ കിഫ്ബിയുടെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനം രാജിവെച്ചതാരാണ്? KM എബ്രഹാം ആണ്. KM എബ്രഹാം. 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹിക പ്രവർത്തകയാണ് സുനിത കൃഷ്ണനാണ് 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായ സാമൂഹിക പ്രവർത്തക ആരാണ്? സുനിത കൃഷ്ണൻ. കിട്ടിയോ? അപ്പൊ ഈ പറഞ്ഞ 4 ചോദ്യം കിട്ടിയോ? ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. IFFI ഫെസ്റ്റിവൽ 57ാമത് ഫെസ്റ്റിവൽ ഡയറക്ടർ അശുതോഷ് ഗ്വാരിക്കർ.
കിഫ്ബിയുടെ സിഇഒ KM എബ്രഹാം രാജിവെച്ചു. 2026 MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം സുനിത കൃഷ്ണനാണ് ലഭിച്ചത്. സെറ്റാണേ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC പുതിയ ബാച്ച്, രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സുകൾ നമ്മൾ മെയ് ഒരു ഹാഫ് ഒക്കെ ആവുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, സീറ്റ്സ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. ആദ്യത്തെ ബാച്ചിൽ കുറേ പേർക്കൊന്നും കയറാൻ പറ്റിയില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, മിസ് പുതിയ ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് 2 തുടങ്ങുകയാണ്. അപ്പോൾ പഠിക്കാൻ സെറ്റായിട്ട് വരിക. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, ഷോർട്ട് കറന്റ് അഫയേഴ്സ്, മന്ത്ലി കറന്റ് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ, എല്ലാ കാര്യങ്ങളും പഴയ SCRT, പുതിയ SCRT, NCRT എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസ് വരുന്നു. ശനി ഞായറും റിവിഷൻ ആയിരിക്കും. ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ബാച്ച് ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഗ്രി പ്രിലിംസ് ഇപ്പം 1ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പഠിക്കാതിരിക്കരുത്. മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. 3 ഘട്ടങ്ങളിലായിട്ട് പ്രിലിംസ് കഴിയുന്നു, നിങ്ങൾ മെയിൻസിലേക്ക് കയറി വരുന്നു. മെയിൻസിലാണ് കറക്റ്റ് മത്സരം നടക്കാൻ പോകുന്നത്. പ്രിലിംസ് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സാം ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ക്വാളിഫൈ ആയി പോവും. പ്രിലിംസ് അല്ല കടമ്പ, മെയിൻസ് ആണ് കടമ്പ. മെയിൻസ് എക്സാമിന് വേണം നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കാൻ. 2799 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2 പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്. കോംബോ ബാച്ച് ആണ്. എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് ആണ് കിട്ടുന്നത്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്, ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഫസ്റ്റ് കമന്റിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എന്ന പദവി നേടിയ റെയിൽവേ ഡിപ്പോ ഏതാണ്? കങ്കാരിയ കോച്ചിംഗ് ഡിപ്പോ, അഹമ്മദാബാദിലെ കങ്കാരിയ കോച്ചിംഗ് ഡിപ്പോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എന്ന പദവി നേടിയത് എന്ന് ഓർക്കുക. 2026 ഏപ്രിൽ മാസം ഇന്ത്യൻ കരസേനയുടെ പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ട് നിയമിതനായത് ആര്? വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ആണ്. ധീരനായ ഒരു വ്യക്തി തന്നെയാണ്. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ആണ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി നിയമിതനായത്. 2025-26 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമാണ്? ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. നേരത്തെ അമേരിക്കയായിരുന്നു, ഇപ്പോ ചൈന. ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സിംഗപ്പൂരാണെന്നും കൂടി ഓർക്കുക. സിംഗപ്പൂർ. ഓക്കെ. അടുത്ത ചോദ്യം. 2026 ഏപ്രിലിൽ നടന്ന IPL മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വെറും 6.3 ഓവറിൽ വിജയം നേടിയ ടീമാണ് RCB. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവർ 6.3 ഓവറിൽ വിജയം നേടിക്കഴിഞ്ഞു. റെക്കോർഡ് തന്നെയാണ്, അതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ കങ്കാരിയ കോച്ചിംഗ് ഡിപ്പോ. 2026 ഏപ്രിൽ ഇന്ത്യൻ കരസേനയുടെ പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി നിയമിതനായ ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് ആണ്. 2025-26 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈന, നേരത്തെ അമേരിക്കയായിരുന്നു. RCB 6.3 ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിജയം നേടി എന്നുകൂടി ഓർക്കുക. അപ്പൊ നമ്മുടെ ക്ലാസിന്റെ കാര്യം മറക്കരുതേ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡലാണ് ക്ലോഡ് മിത്തോസ് എന്ന AI മോഡൽ സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡലാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം, ഓർത്തോളൂ. സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആര്? ശശി ശേഖർ വെമ്പട്ടിയാണ് സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാൻ. അടുത്തത് പുതിയൊരു നിയമനമാണ്. നാവികസേനാ മേധാവി ആരായിരുന്നു? ദിനേശ് കുമാർ ത്രിപാഠി ആയിരുന്നു. അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിലേക്ക് പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവിയായിട്ട് അടുത്തിടെ നിയമിതനായത്. അടുത്തതൊരു കൃതിയാണ്. 74 വർഷങ്ങൾക്ക് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അമേ ഖുറേഷ്യ.
അമേ ഖുറേഷിയാണ് 74 വർഷങ്ങൾക്ക് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ ക്ലോഡ് മിത്തോസ് എന്ന AI മോഡൽ സൈബർ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാൻ ശശി ശേഖർ വെമ്പട്ടി, പുതിയ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ, 74 വർഷങ്ങൾക്ക് ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമേ ഖുറേഷ്യ. അടുത്ത ചോദ്യം നോക്കിയാലോ. വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് എവിടുത്തെ ദേശീയ പതാകയാണ്? ആൻഡമാൻ നിക്കോബാറിലെ ദേശീയ പതാകയാണെന്ന് ഓർക്കുക. വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക. ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ. വിശാഖപട്ടണം ആസ്ഥാനം സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ. അടുത്ത ചോദ്യം. 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ ആണ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി. ആതിഥേയത്വം വഹിക്കുന്നത് താഷ്കണ്ട് ആണ്. 2026 കാൻ ചലച്ചിത്ര മേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക സിനിമയാണ് അമ്മ അറിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ എന്ന ചിത്രമാണ് 2026 കാൻ ചലച്ചിത്ര മേളയിൽ ലോക ക്ലാസിക് വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ. അപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കിട്ടിയോ? 2027 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന താഷ്കണ്ട്, ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം, വെള്ളത്തിനടിയിൽ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ആൻഡമാൻ നിക്കോബാർ ആണെന്ന് ഓർക്കുക. ക്ലോഡ് മിത്തോസ് AI മോഡലിന്റെ പേര് ഓർക്കുക. സെൻസർ ബോർഡിന്റെ പുതിയ ചെയർമാൻ ശശി ശേഖർ വെമ്പട്ടി, വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവികസേനാ മേധാവി. 74 വർഷങ്ങൾക്ക് ശേഷം അമേ ഖുറേഷ്യ. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കേണ്ട. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ബാച്ചുകൾ നമ്മുടെ കമ്പനി എൽജിസിന്റെ പുതിയ ബാച്ചിന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളേ. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോണേ. ഇനി RCB ആണ് 6.3 ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിജയം നേടിയത്. ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ണർ ആരാണിപ്പോ? ചൈനയാണ്. ലഫ്റ്റനന്റ് ജനറൽ ധീരാജ് സേത്ത് ആണ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് നിയമിതനായത്. കങ്കാരിയ കോച്ചിംഗ് ഡിപ്പോ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ എന്ന പദവി നേടി എന്നും ഓർക്കുക. പിന്നെ ഫിലിം ക്രിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു, അത് ഓർത്തിരിക്കുക. അതുപോലെ ഗിഗ് തൊഴിലാളി കർണാടക അശുതോഷ് ഭാരിക്കർ IFFI ഫെസ്റ്റിവൽ ഡയറക്ടർ KM എബ്രഹാം കിഫ്ബിയുടെ CEO ആയിരുന്നു, സ്ഥാനം രാജിവെച്ചു. 2026 MB വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം അർഹനായത് സുനിത കൃഷ്ണൻ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ കോഴ്സുകളുടെ കാര്യം ഒന്നും മറക്കരുത്. കൂടാതെ ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യുക. ടെലഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തും കൂടി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം preparation. God bless you all. Thank you.